ഹായ്, അപ്പോൾ ഇന്ന് നീറ്റ് 2026 ആണ്. സോ കുറച്ച് പേരൊക്കെ വളരെ സന്തോഷത്തിൽ വരുന്നവരുണ്ടായിരിക്കും എക്സാം കഴിഞ്ഞിട്ട്. പക്ഷെ കുറേ അധികം പേര് സങ്കടത്തിൽ, നിരാശയിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുന്ന ആൾക്കാരായിരിക്കും. കഴിഞ്ഞ 4 വർഷമായിട്ട് നീറ്റ് എക്സാം എഴുതിയിട്ട് കിട്ടാണ്ട് പോയിട്ട് ഇന്ന് വേറൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് കാര്യം പറയാൻ തോന്നി. അതായത് നീറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു റിപ്പീറ്റൊക്കെ തുടങ്ങിയ ഒരാളാകുമ്പോൾ നമുക്ക് കുറേ അധികം സ്വപ്നങ്ങളിലായിരുന്നു നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. നീറ്റ് കിട്ടും, ഈ കഷ്ടപ്പാടിനൊക്കെ അപ്പുറത്തേക്ക് നീറ്റ് കിട്ടി, വൈറ്റ് കോട്ട് ഇട്ട് സ്റ്റെതസ്കോപ്പ് ഇട്ട് ഇങ്ങനത്തെ ഒരു ദിവസം വരും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പഠിക്കും. ഫസ്റ്റ് ഇയർ കിട്ടില്ല, അതായത് ആദ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല, പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ലൂപ്പിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ലൂപ്പെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളാകെ ചിന്തിക്കുന്ന ഒരു കാര്യം MBBS മാത്രമാണ് ഈ ലോകത്തുള്ളൂ, വേറെ ഒന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ വേൾഡ് MBBS ആയി മാറും. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിൻ്റെ അപ്പുറത്തേക്ക് സാധ്യതയുടെ വലിയൊരു ലോകം ഉണ്ട് എന്നുള്ളത് നമ്മളെ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്. സോ 1-2 വട്ടം റിപ്പീറ്റ് ചെയ്യുക, 3-4 വട്ടം റിപ്പീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ അത്രയും ആലോചിച്ചിട്ട് മാത്രം എടുക്കേണ്ട ഒരു ഡെസിഷനാണ്. അപ്പോൾ എനിക്ക് റിപ്പീറ്റ് ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ റിയൽ ലൈഫ് എന്താണെന്നും സാധ്യതകൾ എന്താണെന്നും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനേ ഞാൻ പറയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നീറ്റ് മാത്രം റിപ്പീറ്റ് ചെയ്യാതെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന വേറെയും കുറേ എൻട്രൻസ് എക്സാമുകളുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് ആ എക്സാം കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യുക. ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണ്ട, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇത് നിങ്ങളെ ഭാഗത്തുനിന്ന് കാണിക്കുക. കാരണം ഇപ്പോൾ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നീറ്റ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു എൻട്രൻസ് എക്സാം ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ ലാസ്റ്റ് ഇയറിലാണ് ഞാൻ ആദ്യമായിട്ട് കീമൊന്ന് എഞ്ചിനീയറിങ്ങിന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണതും അതിലിങ്ങനെ കിട്ടണതും ഞാൻ ഈ കോളേജിലൊന്ന് ചേർന്നതും. സോ ഒക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി ബൈ ചാൻസ് നിങ്ങൾ നീറ്റ് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് വിചാരിക്കാൻ മതി, നീറ്റ് എഴുതിയത് മതി, ഇനി വേറെ ഏതിനൊന്നും ചേരാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഓപ്ഷൻസ് ഉള്ളത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ എൻട്രൻസും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. കാരണം ഒരുപാട് നല്ല എൻട്രൻസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതൊക്കെ എഴുതാൻ നോക്കുക. സോ എനിക്ക് ആ സമയത്ത് അറിയുണ്ടായില്ല. പിന്നെ എനിക്കാണെങ്കിൽ നീറ്റ് മാത്രം മതി എന്നുള്ള ആ ഒരു ലൂപ്പിലായിരുന്നല്ലോ ഞാൻ. പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ സാധ്യതകളൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നീറ്റ് കിട്ടിയില്ല വെച്ചിട്ട് നമ്മൾ ലൈഫ് നശിച്ചു പോകാനൊന്നും പോണില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരെ നശിക്കേണ്ടത്. അതിൻ്റെ കൂടെ 3 വട്ടം 2 വട്ടം 1 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു നീറ്റ് കിട്ടിയില്ല വെച്ചിട്ട് ലൈഫ് ഇവിടെ നിർത്താനൊന്നും പോകണില്ല. എങ്ങനെയാണോ നിങ്ങൾ ലൈഫ് ഇപ്പോൾ പോകണം അതുപോലെ തന്നെ പോകും. ചിലപ്പോൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ബെറ്റർ ആയിട്ടായിരിക്കും പോവുക. സോ ഇക്കത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ഓക്കെ, ബൈ.